അപ്പോൾ ഇന്ന് പ്രസ് സ്റ്റോപ്പിൽ നമുക്കിപ്പം പതിവ് പോലെ മിസ്റ്റർ വി.എസ്. സനോജ് ഇവിടെയുണ്ട്. വി.എസ്. സനോജ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സേതു. ഓക്കെ, അപ്പം ഉഷാറല്ലേ? തുടങ്ങിയാലോ? അതെ പിന്നല്ല, ഉഷാറാണ്. അപ്പോൾ എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു. വാർത്തകളെ സംബന്ധിച്ച് നമ്മൾ മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് ഏറ്റവും വലിയ വാർത്തകളുള്ള, ഏറ്റവും വ്യത്യസ്തമായതോ അല്ലെങ്കിൽ വലിയ വലിപ്പത്തിലുള്ള വാർത്തകളുള്ള ദിവസമാണ് പ്രധാനപ്പെട്ട ദിവസം. അപ്പോൾ ഓരോ ദിവസവും അത്തരത്തിൽ വൈവിധ്യമുള്ള വാർത്തകളും വലിയ വാർത്തകളും ഉണ്ടാവട്ടെ എന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. ഏതായാലും നമ്മൾ ലോകം മുഴുവൻ വലിയ വാർത്തകളിലൂടെ കടന്നു പോകുന്ന ആഴ്ചയിൽ, അല്ലെങ്കിൽ ആ ഒരു ആഴ്ചയിൽ നിന്ന് നമ്മൾ അതിൻ്റെ ആഴ്ച അവസാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് പറയാം. കാരണം ഒന്ന്, പോപ്പ് ഫ്രാൻസിസിൻ്റെ വാർത്ത ലോകം മുഴുവൻ വലിയ രീതിയിൽ വന്നുകൊണ്ടിരുന്നൊരു വാർത്ത. മറ്റൊന്ന്, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ലോകത്തെ തന്നെ ലോകരാഷ്ട്രങ്ങളുടെ നയതന്ത്രപരമായി ഞെട്ടിച്ചു കളഞ്ഞ കശ്മീരിലെ തീവ്രവാദി ആക്രമണം. അത് ആ രീതിയിൽ വലിയ വാർത്തകളുള്ള ദിവസങ്ങൾ, അതിൻ്റെ കൂടുതൽ വിശദാംശങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ കൂടുതൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, നയതന്ത്ര തലത്തിലുള്ള നീക്കങ്ങൾ, ഇതെല്ലാം വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ദിവസങ്ങൾ, മണിക്കൂറുകൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. ഏതായാലും കേരളത്തെ സംബന്ധിച്ച് അല്ലെങ്കിൽ മലയാളം പത്രങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ പ്രധാന വാർത്തകൾ അതാണ്. മലയാള മനോരമയിൽ തിരച്ചിലുമായി ബന്ധപ്പെട്ട പഴുതടച്ചുള്ള തിരച്ചിൽ എന്ന് പഹൽഗാമിൻ്റെ തുടർ നടപടികളെക്കുറിച്ച്, സേനയുടെ തുടർ നടപടികളെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ഒപ്പം തന്നെ കശ്മീരിലെ തീവ്രവാദി ബന്ധമുള്ള അല്ലെങ്കിൽ തീവ്രവാദികളെന്ന് സൈന്യം സംശയിക്കുന്ന വ്യക്തികളുടെ വീടുകൾ ഇടിച്ചു തകർത്തിരിക്കുന്നു എന്നുള്ള വാർത്തയും അവർ പടം സഹിതം നൽകിയിട്ടുണ്ട്. ഒന്നാം പേജ് പലതരത്തിലുള്ള വാർത്തകൾ കൊണ്ടാണ് ഇന്ന് മലയാള മനോരമയും മാതൃഭൂമിയും എല്ലാം കൊടുത്തിരിക്കുന്നത്. കാരണം നമുക്കറിയാവുന്നതുപോലെ പഹൽഗാമിലെ ആക്രമണം തന്നെയാണ് ഇന്ന് മലയാളത്തിലെ എല്ലാ പത്രങ്ങളുടെയും പ്രധാനപ്പെട്ട വാർത്ത. ഉൾപേജുകളിൽ അതിൻ്റെ വിശദാംശങ്ങളുണ്ട്. മലയാള മനോരമയെ സംബന്ധിച്ച് ഈ പഴുതടച്ചുള്ള തിരച്ചിൽ എന്ന വാർത്തയും ഒപ്പം അവർ കൊല്ലപ്പെട്ട മലയാളിയുടെ വീട്ടിലെ ആ ചടങ്ങിൽ അശ്രുപുഷ്പാഞ്ജലി അർപ്പിക്കുന്നതിൻ്റെ കരച്ചിലോടുകൂടിയുള്ള അവരുടെ വീട്ടുകാരുടെ ചിത്രം, വളരെ വികാരപരമായിട്ടുള്ള ഒരു രംഗമാണ് അത് നൽകിയിരിക്കുന്നു. ഒപ്പം ഫ്രാൻസിസ് പാപ്പയുടെ സംസ്കാരം ഇന്ന് നടക്കുന്നു. ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 1:30 നടക്കുന്നത് സംബന്ധിച്ച് വിശദമായി തന്നെ ആ വാർത്ത കൊടുത്തിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് ഡോക്ടർ കെ കസ്തൂരിരംഗൻ്റെ വിടവാങ്ങലാണ്. ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെ വിയോഗം സംഭവിച്ചത്. ബഹിരാകാശ ശാസ്ത്രജ്ഞനായിരുന്ന കസ്തൂരിരംഗൻ, അദ്ദേഹത്തെ ഇന്ത്യയുടെ സാങ്കേതിക പുരോഗതിയെ സംബന്ധിച്ച് വലിയ ഒരു നേട്ടം അല്ലെങ്കിൽ വലിയ സംഭാവന നൽകിയ ഒരു ശാസ്ത്രജ്ഞൻ എന്ന രീതിയിൽ കൂടിയാണ് അദ്ദേഹത്തെ ലോകവും ഇന്ത്യയും അടയാളപ്പെടുത്തുന്നത്. അദ്ദേഹം ഇനി നക്ഷത്രപഥത്തിൽ എന്ന് മലയാള മനോരമ എഴുതുന്നു. മനോരമയുടെ ഒന്നാം പേജിൽ ഇത്തരത്തിൽ 3 പ്രധാനപ്പെട്ട വാർത്തകളുടെ സ്പ്ലിറ്റ്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും 3 വൈവിധ്യത്തിലുള്ള വാർത്തകൾ നൽകിയ ഒരു ദിവസം എന്ന് പറയാം നമ്മളെ സംബന്ധിച്ച്. മാതൃഭൂമിയെ സംബന്ധിച്ച് ഇന്ന് എനിക്ക് തോന്നിയത് ഈ ഉന്നമിട്ട് എന്ന്, കശ്മീരിലെ നടപടിയെ ഉന്നമിട്ട് എന്നുള്ള തലക്കെട്ടോടുകൂടെ അവർ വലിയ പ്രാധാന്യത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നു. ഒപ്പം ഞങ്ങൾ ഭീകരരെ പരിശീലിപ്പിക്കുന്നുണ്ട് എന്ന് സമ്മതിച്ച പാകിസ്ഥാൻ എന്നുള്ള പാക് പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫിൻ്റെ കുറ്റസമ്മതം എന്ന തരത്തിൽ ഉള്ളൊരു വാർത്തയും പ്രാധാന്യത്തോടെ നൽകിയിരിക്കുന്നു. ഇന്നലത്തെ ഒരു വലിയ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയ, അല്ലെങ്കിൽ എല്ലാവരെയും ഞെട്ടിപ്പിച്ച, അല്ലെങ്കിൽ ലജ്ജാകരം എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തൽ എന്ന് പറയാവുന്ന അതാണ്. അതായത് പാകിസ്ഥാൻ ഭരണകൂടം ഔദ്യോഗികമായി തന്നെ ഭീകരവാദത്തെ കുറേ വർഷങ്ങളായി പ്രോത്സാഹിപ്പിക്കുന്ന നടപടി ഉണ്ട് എന്നുള്ള ആ വലിയ ആരോപണത്തെ അവർ തന്നെ സാധൂകരിക്കുന്ന തരത്തിൽ, അവർ തന്നെ ശരിവെക്കുന്ന തരത്തിൽ സമ്മതിച്ചിരിക്കുന്ന ഒരു വാർത്തയാണ്. ആ വാർത്ത ഇന്ന് ദേശീയ മാധ്യമങ്ങളിലെയും പ്രധാനപ്പെട്ട വാർത്തയാണ്. ഒപ്പം ഒന്നാം പേജിൽ മറ്റൊരു പ്രധാനപ്പെട്ട സംഭവം, ഈ വാർത്തകളുടെ കുത്തൊഴുക്കില്ലായിരുന്നെങ്കിൽ വലിയ പ്രാധാന്യം കിട്ടുമായിരുന്നൊരു സംഭവം ഇന്നലെ സുപ്രീം കോടതിയിൽ നടന്നു. അത് രാഹുൽ ഗാന്ധിക്ക് താക്കീതുമായി സുപ്രീം കോടതി എന്നുള്ളതാണ്. വി.ഡി. സവർക്കർ ബ്രിട്ടീഷുകാരെ സഹായിച്ചെന്നതടക്കമുള്ള പ്രസംഗം, ആ പ്രസംഗത്തിലെ പരാമർശം, അതിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് രൂക്ഷ വിമർശനമായി സുപ്രീം കോടതി എന്നുള്ള വാർത്ത. അതേതായാലും അതൊരു പ്രധാനപ്പെട്ട വാർത്ത തന്നെയാണ്. ആ വാർത്ത ഒന്നാം പേജിൽ പ്ലേസ് ചെയ്യാൻ മാതൃഭൂമി ശ്രമിച്ചിട്ടുണ്ട്. ഇന്നലെ നമുക്ക് എടുത്തു പറയേണ്ട വളരെ കൗതുകകരമായ ചില വാർത്തകളുണ്ടായിരുന്നു. അതേതായാലും ഇന്ന് ഉൾപേജുകളിലെങ്കിലും ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് പറയാം. ഒന്ന്, അതിൽ ഒരു വാർത്ത എന്ന് പറയുന്നത് പാലായിലെ ഒരു വാർത്തയാണ്. അതായത് ബാർ അസോസിയേഷൻ ഭരണസമിതി അംഗങ്ങളെല്ലാം വനിതകൾ എന്നുള്ള
ചരിത്രം എഴുതി പാലായിലെ അഭിഭാഷകർ എന്ന് പറഞ്ഞൊരു വാർത്ത മാതൃഭൂമിയുടെ ഉൾപേജിൽ 5-ാം പേജിൽ കാണാം. ഈ വാർത്ത ഒരു കൗതുകമുള്ള ഒരു വാർത്തയായിട്ട് ഇന്നലെ വന്ന ഒരു വാർത്തയാണ്. ചാനലുകൾ ഈ വാർത്ത ക്യാരി ചെയ്തിരുന്നു. ഒപ്പം മറവി രോഗം ബാധിച്ചയാളെ ഹോം നേഴ്സ് നഗ്നനാക്കി മർദ്ദിച്ച് വലിച്ചഴച്ചു എന്ന് പറയുന്ന വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം കേരളത്തിൽ നടന്നിരിക്കുന്നു. കൊടുമണ്ണിൽ നിന്നുള്ളൊരു വാർത്തയാണ്. അൽഷിമേഴ്സ് രോഗിയെ ക്രൂരമായിട്ട് മർദ്ദിക്കുകയും നഗ്നനാക്കി വലിച്ചഴക്കുകയും ചെയ്യുന്ന ഹോം നേഴ്സിൻ്റെ ഒരു ചിത്രം സഹിതമുള്ള വാർത്ത നൽകിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള വേദനിപ്പിക്കുന്ന സംഭവങ്ങൾ ധാരാളമായി നടക്കുന്നു എന്നുള്ളതും കൂടിയാണ്. അതും കൂടിയാണ്, അങ്ങനെയുള്ള മനുഷ്യരുടെ ഇടയിൽ തന്നെയാണ് ഈ ലോകം മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു ഖേദകരമായ വസ്തുതയുണ്ട്. ഒപ്പം ഇന്നലത്തെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട IM വിജയൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഫുട്ബോളിൻ്റെ ഇതിഹാസം എന്ന് പറയാവുന്ന, ഫുട്ബോളിലെ ഇന്ത്യൻ ഇതിഹാസം എന്ന് പറയാവുന്ന വിജയൻ്റെ കേരള പോലീസിൽ നിന്നുള്ള ഔദ്യോഗികമായുള്ള വിടവാങ്ങൽ, ആ യാത്രയപ്പിൻ്റെ വാർത്ത വലിയ പ്രാധാന്യത്തോടുകൂടെ മാതൃഭൂമി നൽകിയിരിക്കുന്നു. അത് മനോരമ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും നൽകിയിട്ടുണ്ട്. IM വിജയൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇന്ത്യയിലൊരു വലിയ ഇന്ത്യൻ കായിക രംഗത്തെ ഒരുപക്ഷെ വിജയനോളം പ്രസക്തി ഫുട്ബോളിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരാൾക്കുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. IM വിജയൻ ഒരു യുണീക്ക് പീസാണ്. കാരണം വിജയന് ശേഷവും വിജയന് മുമ്പോ അങ്ങനെ ഒരാൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ പ്രാധാന്യത്തിലേതായാലും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, AR റഹ്മാനുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത മാതൃഭൂമി കൊടുത്തിരിക്കുന്നു. അതായത് തമിഴ് ചിത്രം പൊന്നിയിൻ സെൽവത്തിലെ വീരരാജവീര എന്ന പാട്ട് കോപ്പിയടി എന്ന് ഡൽഹി ഹൈക്കോടതി എന്നുള്ളൊരു കൗതുകമുള്ള ഒരു വാർത്തയും കൂടെ കൊടുത്തിട്ടുണ്ട്. ഹിന്ദു നമ്മൾ പഹൽഗാമിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ വിശദാംശങ്ങൾ വലിയ രീതിയിലുള്ള കൃത്യമായ വിലയിരുത്തലുകൾ ഹിന്ദു നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ നദീജലം അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്, അല്ലെങ്കിൽ എത്ര കണ്ടത് യഥാർത്ഥത്തിൽ തടയാൻ ഈ രാഷ്ട്രീയമായി നമുക്ക് അത്തരം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും, പക്ഷേ സാങ്കേതികമായി എങ്ങനെയാണ് ജലം തടയുക എന്നുള്ളത് സംബന്ധിച്ചുള്ള വാർത്ത ഉണ്ട്. ഒപ്പം തന്നെ ഹിന്ദുവിൻ്റെ 7-ാം പേജിൽ വളരെ വിശദമായിട്ടുള്ള കശ്മീരിലെ മനുഷ്യരുടെ അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും, അവരുടെ വിഷമം, അവരുടെ സങ്കടം, വേദന, അവരുടെ അതിജീവനത്തെക്കുറിച്ചുള്ള വ്യാകുലത, ഈ കാര്യത്തിൻ്റെ വളരെ വിശദമായ ഒരു റിപ്പോർട്ട് ഹിന്ദുവിൻ്റെ 7-ാം പേജിൽ വിശദമായിട്ട് വലിയ രീതിയിൽ അത് എല്ലാവരും വായിച്ചിരിക്കേണ്ട ഒരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു. അത് കൊടുത്തിട്ടുണ്ട് ഹിന്ദു. ഇത്തരത്തിൽ പലതരത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ടുള്ള വാർത്തകൾ ഉള്ള ഒരു ദിവസമായിരുന്നു. അപ്പം ദേശാഭിമാനിയിൽ കണ്ട ഒരു പ്രധാനപ്പെട്ട വാർത്ത, ദേശാഭിമാനിയിൽ വിജയൻ 1-ാം പേജിൽ തന്നെ ദേശാഭിമാനിയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. IM വിജയൻ പോലീസ് കുപ്പായം അഴിച്ചത്. ഒപ്പം തന്നെ കശ്മീരിലെ ഇൻസിഡൻസ് ഉണ്ട്. പക്ഷേ ദേശാഭിമാനിയിൽ ഞാൻ ശ്രദ്ധിച്ച ഒരു വാർത്ത ഇന്ന് അവസാന പേജിലുള്ളതാണ്. അതായത് ശബരിമലയിൽ ഭക്തജനങ്ങളുടെ സഹായനിധി എന്ന് പറയുന്നൊരു വാർത്ത. ഇത് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം ഇതെല്ലാം പ്രേക്ഷകരെ സംബന്ധിച്ച് ഒരുപക്ഷെ ശ്രദ്ധയിൽപ്പെടേണ്ടതോ ശ്രദ്ധയിൽപ്പെടാതെ പോകുന്നതോ ആയ വാർത്തകളെക്കുറിച്ച് കൂടെ നമുക്ക് പറയേണ്ട ഒരു പരിപാടി ആയതുകൊണ്ടും കൂടെയാണ്. അസുഖം മൂലം മരിച്ചാൽ 3 ലക്ഷം ധനസഹായം എന്നുള്ള ഒരു പുതിയ പദ്ധതിയെക്കുറിച്ച് ദേവസ്വം ബോർഡ് തീരുമാനിച്ചതിനെക്കുറിച്ചുള്ള ഒരു കാര്യമാണ്. അത് ഇൻഷുറൻസ് അല്ലാതെ തന്നെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് ഹൃദയാഘാതം അടക്കമുള്ള അസുഖങ്ങളെ തുടർന്ന് മരിക്കുന്നവർക്കുള്ള ഒരു ഇൻഷുറൻസ് നിലവിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അപകടമല്ലാതെ ഉണ്ടാവുന്ന മരണങ്ങൾക്ക് ഉള്ളൊരു നിധി, അതിൻ്റെ ഒരു സഹായം, അസുഖം മൂലം മരിച്ച 3 ലക്ഷം എന്നുള്ള വാർത്ത ഏതായാലും ദേശാഭിമാനി കൊടുത്തിട്ടുണ്ട്. അത് ആളുകളെ സംബന്ധിച്ചിടത്തോളം ശ്രദ്ധിക്കേണ്ടതോ ഉപകാരപ്രദമായ ഒരു വാർത്തയായിരിക്കും. മാധ്യമം ഇന്ന് സവർക്കറെക്കുറിച്ച് രാഹുൽ മിണ്ടരുത് എന്നുള്ള, പോളണ്ടിനെ കുറിച്ച് അക്ഷരം മിണ്ടരുതെന്ന് പറയുന്ന ശ്രീനിവാസൻ പറയുന്ന പോലെ തന്നെ ഏതായാലും സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു സവർക്കറെക്കുറിച്ച് രാഹുൽ ഒരു അക്ഷരം മിണ്ടരുതെന്ന്. അത് മാധ്യമം പ്രാധാന്യത്തോടെ കൊടുത്തിട്ടുണ്ട്. ഉൾപേജുകളിലും മാധ്യമം ഈ കശ്മീരിലെ ആക്രമണവുമായി ബന്ധപ്പെട്ട് ധാരാളം വാർത്തകൾ നൽകിയിട്ടുണ്ട്. ഇതിൽ നമ്മൾ ഈ വാർത്തകളുടെ ഒന്നും ഭാഗമല്ലാത്തൊരു വാർത്ത മാധ്യമത്തിലുള്ളത് കിഫ്ബിയുമായി ബന്ധപ്പെട്ടൊരു വാർത്തയാണ്. അതായത് ഇതിൻ്റെ തിരിച്ചടവ് ഇനി കിഫ്ബി വായ്പയുടെ ഭാഗമായിട്ട് കിഫ്ബി വഴിയുള്ള വികസന പദ്ധതിയിൽ നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ തിരിച്ചടവ് കടുക്കും, അത് വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുമെന്ന് മാധ്യമം പറയുന്നു. 14,954 കോടിയും പലിശയും
ഇനി 5 വർഷങ്ങൾക്കുള്ളിൽ, അതായത് തിരിച്ചടവുമായി ബന്ധപ്പെട്ട് അത് വലിയ ഒരു ബാധ്യതയായി തീരുമോ എന്നുള്ള ഒരു കാര്യം ഏതായാലും മാധ്യമം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എനിക്ക് അത് പറയാതെ പോകരുത് ഈ സെഗ്മെൻറ്റ് കഴിയുമ്പോഴേക്കും എന്ന് ഞാൻ വിചാരിക്കുന്നൊരു വാർത്ത ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ 5-ാം പേജിലുണ്ട്. ഒന്ന്, സൈബർ ക്രാക്ക് ഡൗൺ നടക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് ഉണ്ടായ കേസുകളെക്കുറിച്ചാണ്. കേരളത്തിലെ 383 പോണോഗ്രഫി കേസുകൾ ഇതുമായി ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തതിനെക്കുറിച്ച് 2016 മുതലുള്ള ഒരു കണക്ക് അവർ ഇന്ത്യൻ എക്സ്പ്രസ് നൽകിയിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത UP ഗവൺമെൻറ് ഹെൽപ്പ് ലൈൻ, അതായത് ഒരു തലവേദന അതിനെക്കുറിച്ചാണ്. ആ നമ്പർ കേരളത്തിലെ ഒരു ജേർണലിസ്റ്റിന് എങ്ങനെയാണ് തലവേദനയായത് UP സർക്കാരിൻ്റെ ഹെൽപ്പ് ലൈൻ നമ്പർ എന്നുള്ളത് സംബന്ധിച്ചൊരു പക്ഷേ കേരളത്തിൽ അത് ചെയ്യാതിരുന്ന, അല്ലെങ്കിൽ മലയാളം പത്രങ്ങളിൽ കണ്ടില്ല ഈ ഒരു വാർത്ത. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു മിസ്സിംഗ് വാർത്ത പോലെ നമുക്കെന്തായാലും പറയാവുന്നൊരു വാർത്തയാണ്. ഈ വാർത്തയുണ്ട്. ടൈംസ് ഓഫ് ഇന്ത്യയിൽ നദീജല കരാറുമായി ബന്ധപ്പെട്ട ഒരു വിശദമായ ഒരു അഭിമുഖം, ആ വിഷയത്തിൽ ഏറെ വൈദഗ്ധ്യമുള്ള ഒരു എക്സ്പേർട്ടിനെ കൊണ്ടുള്ള ഒരു ഇൻ്റർവ്യൂ ടൈംസ് ഓഫ് ഇന്ത്യയും കൊടുത്തിരിക്കുന്നു. ഏതായാലും വിഷയവൈവിധ്യം കൊണ്ടുകൂടെയും ഒപ്പം വളരെ സമഗ്രമായിട്ടുള്ള എക്സ്പ്ലെയിനറുകളുടെ സ്വഭാവമുള്ള വാർത്താ രീതികൾ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചും വളരെ വിശദമായ അനാലിസിസുകളിലേക്ക് പത്രങ്ങൾ കടക്കുകയാണ്. കശ്മീരിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടും നദീജല കരാറുകളും ഷിംല കരാർ ഉൾപ്പെടെ റദ്ദാക്കപ്പെടുന്നൊരു സാഹചര്യത്തിൽ അതിൻ്റെ പൊളിറ്റിക്കൽ ഇംപ്ലിക്കേഷൻസ് എന്തായിരിക്കും, അതെങ്ങനെയാണ് ജനങ്ങളെ ബാധിക്കുന്നതെന്ന് സംബന്ധിച്ച നിരവധി കാര്യങ്ങൾ, പ്രത്യേകിച്ച് നദീജല കരാറുകൾ പ്രഖ്യാപനത്തിൽ നമുക്ക് അവസാനിപ്പിക്കാമെങ്കിലും വെള്ളം എങ്ങനെയാണ് തടയുക, അല്ലെങ്കിൽ വെള്ളം തടയുന്നതിൻ്റെ ലോജിസ്റ്റിക്സ് എന്തായിരിക്കും എന്നുള്ളത് സംബന്ധിച്ചുള്ള വാർത്തകളുണ്ട്. ഒപ്പം തന്നെ ഭീകരാക്രമണം അല്ലെങ്കിൽ തീവ്രവാദി ആക്രമണത്തിൻ്റെ സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട് വലിയ ചർച്ചകൾ നടക്കുന്നു. ഏതായാലും ഇന്ന് പോപ്പിൻ്റെ സംസ്കാരം, പോപ്പ് ഫ്രാൻസിസിൻ്റെ സംസ്കാരം നടക്കുകയാണ്. ഇന്നത്തെ ദിവസം നമ്മളെ സംബന്ധിച്ച് പ്രധാനപ്പെട്ട വാർത്തയുടെ ദിനമാണ്. ഒരിക്കൽ കൂടി എല്ലാ പ്രേക്ഷകർക്കും ശുഭദിനം ആശംസിക്കുന്നു. ഏതായാലും വരും മണിക്കൂറുകൾ വലിയ വാർത്തകളുടേതായിരിക്കാൻ സാധ്യതയുണ്ട്. ഏതായാലും ഈ സെഗ്മെൻറ്റ് ഇവിടെ തൽക്കാലം നമ്മൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. സേതു.